ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 12. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. വിവർത്തനം. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ. ഭാവാർത്ഥം: ഈ ഭൗതിക ലോകത്തിലെ ദേവന്മാരെക്കുറിച്ച് നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. മഹാവിദ്വാൻമാരെന്ന് കരുതപ്പെടുന്നവരെങ്കിലും ബുദ്ധി കുറഞ്ഞ അത്തരക്കാർ ദേവന്മാരെ ഭഗവാൻ കൃഷ്ണന്റെ വിവിധ രൂപങ്ങളായി കരുതുന്നു. വാസ്തവത്തിൽ ദേവന്മാർ ഭഗവാന്റെ വിവിധ രൂപങ്ങളല്ല, അവർ അദ്ദേഹത്തിന്റെ അംശങ്ങളാണ്. ഈശ്വരൻ ഏകനാണ്, അംശങ്ങൾ അസംഖ്യവും. വേദോക്തം ഇതാണ്: നിത്യോ നിത്യാനാം. ഈശ്വരൻ ഏകൻ, ഈശ്വര പരമകൃഷ്ണ. കൃഷ്ണൻ ഒരാൾ മാത്രമാണ്, സർവേശ്വരൻ. ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭരണത്തിന് അദ്ദേഹത്താൽ നിയമിതരായവരാണ് ദേവന്മാർ. പല നിലവാരത്തിലുള്ള ഭൗതിക ശക്തികളുള്ള ജീവാത്മാക്കളാണവർ. നിത്യാനാം. നാരായണൻ, കൃഷ്ണൻ, വിഷ്ണു എന്നിങ്ങനെ അറിയപ്പെടുന്ന സർവേശ്വരന് തുല്യരല്ല ഈ ദേവന്മാർ. ദേവന്മാരെയും സർവേശ്വരനെയും ഒരുപോലെ കാണുന്നവർ നാസ്തികരോ പാഷണ്ഡികളോ ആണ്. ദേവോത്തമന്മാരായ ബ്രഹ്മാവിനെയും ശിവനെയും കൂടി പരമപുരുഷനോട് ഉപമിക്കാവുന്നതല്ല. വാസ്തവത്തിൽ ദേവന്മാരായ ശിവ ബ്രഹ്മാദികളും സർവേശ്വരനെ ആരാധിക്കുന്നു. ശിവ വിരിഞ്ചിനുതം. എന്നാൽ ആശ്ചര്യം തന്നെ, മൃഗദേവതാരാധന, മനുഷ്യാരാധന തുടങ്ങിയ തെറ്റായ ധാരണകൾക്ക് അടിമപ്പെട്ട് മനുഷ്യ മുഖ്യരെ പൂജിക്കുന്നവരായിട്ട് ഇവിടെ പല മൂഢജനങ്ങളുമുണ്ട്. ഇഹദേവതാഹ എന്ന പദം ഈ ഭൗതിക ലോകത്തിലെ പ്രഭാവശാലിയായ മനുഷ്യനെയോ ദേവനെയോ സൂചിപ്പിക്കുന്നു. ഭഗവാൻ നാരായണൻ അഥവാ കൃഷ്ണൻ, വിഷ്ണു ഈ ഭൗതിക ലോകത്തിൽ പെടുന്നില്ല. ഭൗതിക സൃഷ്ടിക്ക് അതീതനാണ് അദ്ദേഹം. അവ്യക്തഗതവാദികളുടെ ആചാര്യനായ ശ്രീപാദ ശങ്കരാചാര്യൻ പോലും നാരായണൻ അഥവാ കൃഷ്ണൻ ഭൗതിക സർഗത്തിന് അതീതനാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും മൂഢന്മാർ, ഹൃതജ്ഞാനർ താമസം വിനാ ഫലം ലഭിക്കുന്നതിനായി ദേവന്മാരെ ആരാധിക്കുന്നു. ഫലം അവർക്ക് ലഭിക്കാറുമുണ്ട്. എന്നാൽ അങ്ങനെ കിട്ടിയ ഫലങ്ങൾ ക്ഷണികങ്ങളാണെന്നും ബുദ്ധി കുറഞ്ഞവർക്ക് വേണ്ടുന്നവയാണെന്നും അവർക്കറിഞ്ഞുകൂടാ. ബുദ്ധിശാലിക്ക് കൃഷ്ണാവബോധമുണ്ട്. താത്കാലികമായ നേട്ടത്തിനു വേണ്ടി നിസാരന്മാരായ ദേവന്മാരെ ആശ്രയിക്കുകയുമില്ല. ഈ ഭൗതിക ലോകത്തിലെ ദേവന്മാരും അവരുടെ ആരാധകരും പ്രപഞ്ചാവസാനത്തിൽ നശിച്ചു പോകുന്നു. ഭൗതികവും നശ്വരവുമത്രേ ദേവന്മാരിൽ നിന്ന് കിട്ടുന്ന വരദാനങ്ങൾ. എല്ലാ ഭൗതിക ലോകങ്ങളും ദേവന്മാരുൾപ്പെടെ അവയിലെ നിവാസികളും സർഗസമുദ്രത്തിലെ കുമിളകൾ മാത്രമാണ്. എന്നിരിക്കലും ഇവിടെ മനുഷ്യ സമുദായം, ഭൂസ്വത്ത്, കുടുംബം, സുഖസൗകര്യങ്ങൾ എന്നീ ക്ഷണികങ്ങളായ ഭൗതിക ഭോഗങ്ങൾക്കായി പരക്കം പായുന്നു. ക്ഷണികങ്ങളായ അവ കൈവശപ്പെടുത്തുവാൻ വേണ്ടി ദേവന്മാരെയും സമൂഹത്തിൽ സ്വാധീന ശക്തി ചെലുത്തുന്ന മനുഷ്യരെയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ സേവിച്ച് ഒരു മന്ത്രിപദം നേടാൻ സാധിച്ചാൽ വലിയ നേട്ടമായെന്നാണ് അവർ കരുതുന്നത്. താത്കാലിക ഗുണങ്ങൾക്കു വേണ്ടി വമ്പന്മാരായ ജനനേതാക്കളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് അവർ അഭീഷ്ടങ്ങൾ നേടുന്നുമുണ്ട്. ഭൗതിക ജീവിത ക്ലേശങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കൃഷ്ണാവബോധത്തെ ആശ്രയിക്കണമെന്ന് ഈ മൂഢന്മാർക്ക് തോന്നാറില്ല. അവരെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾക്കു പിന്നിൽ പരക്കം പായുന്നു. ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ചെറിയ ഒരവസരം ലഭിക്കുന്നതിനായി അവയുടെ ചുമതല വഹിക്കുന്ന ദേവന്മാരായ ജീവാത്മാക്കളെ അവർ പ്രീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രായേണ മനുഷ്യർക്ക് കൃഷ്ണാവബോധത്തിൽ താൽപ്പര്യമുദിക്കാറില്ലെന്നും മറിച്ച് അവർ ഭൗതിക സുഖാസക്തരാകയാൽ
ശക്തരായ ജീവാത്മാക്കളെ ആരാധിക്കുകയാണ് പതിവെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.